الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبلوناهم بالحسنات والسيئات لعلهم يرجعون يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചും പകർത്തിയും പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോട് കൂടിയൊരു ജീവിതം നയിക്കണമെന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് മുത്തഖീങ്ങളായ മുവഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളുമൊക്കെ നേരിടുകയും ആ പരീക്ഷണങ്ങളും പ്രയാസങ്ങളെയുമൊക്കെ തരണം ചെയ്യാനും അതിനെയെല്ലാം തന്നെ സ്വീകരിക്കാനും എപ്രകാരമാണ് അവയെ വിശ്വാസികളായ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കേണ്ടുന്ന സമയങ്ങളാണ്. പലപ്പോഴും വലിയ ദുരന്തങ്ങളും വലിയ ഉരുൾപൊട്ടലുകളും അല്ലെങ്കിൽ ഭൂകമ്പങ്ങളും മാരകമായ സാംക്രമികമായ പകർച്ചവ്യാധിയിലൂടെ ഒരുപാട് ആളുകൾ മരിച്ചൊടുങ്ങുകയും പലരുടെയും സ്വത്തും സമ്പത്തും ദേഹവും അവരുടെ എല്ലാ വിഭവങ്ങളും ഭൗതികമായ എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷണം എന്ന് ചോദിക്കുന്ന പല ആളുകളുമൊക്കെയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ, ഇൻസാൻ എന്ന അധ്യായത്തിൽ
അല്ലാഹ് പറയുകയാണ്, എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി. തീർച്ചയായും മനുഷ്യനെ നാം കൂടിച്ചേർന്ന് സമ്മിശ്രമായ ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ലിനബ്തലീഹി, അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ്. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബലാഹുകളും വബാഹുകളും മുസീബത്തുകളും എല്ലാം ഉണ്ടായിത്തീരും എന്ന് തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത്. പല ആളുകളും ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ പരീക്ഷണങ്ങളൊക്കെ സഹിക്കവയ്യാതെ ചോദിക്കും, എന്തിനാണ് ഈ ജീവിതം? അതിനും അല്ലാഹു സുബ്ഹാനഹു തആല മറുപടി നൽകിയത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് ജീവിതവും മരണവും അല്ലാഹു തന്ന് അത് സൃഷ്ടിച്ചത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. പരീക്ഷണം തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം, നമ്മളെ സൃഷ്ടിച്ചതിന്റെ അർത്ഥം. പല രൂപത്തിലും പലതരത്തിലുമുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. അല്ലാഹു തആല പറഞ്ഞു, വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത്. നന്മകൾ കൊണ്ട് പരീക്ഷിക്കും, തിന്മകൾ കൊണ്ട് പരീക്ഷിക്കും. അപ്പോ നല്ല ഖൈറായ കാര്യങ്ങളും ഷർറായ കാര്യങ്ങളും, സന്തോഷവും സന്താപവും, സുഖവും ദുഃഖവും, ഞെരുക്കവും എളുപ്പവും എല്ലാം തന്നുകൊണ്ട് പടച്ച തമ്പുരാൻ പരീക്ഷിക്കും എന്നുള്ളതാണ്. ഈ പരീക്ഷണം ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ കടന്നു പോകും, അതും പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു. ഇത് കടന്നു പോകുന്ന മനുഷ്യൻ അനുഭവിക്കേണ്ടുന്ന ഏതെല്ലാം മേഖലകളാണെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. ഭയം തന്നുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. ശക്തമായ പേടിയും ഭയവും നിങ്ങളെ മനസ്സിലിട്ട് തരും. അതൊരു പക്ഷേ ആ ഒരു ഭയവും പേടിയും നിങ്ങളെ ജീവനെ പറ്റിയുള്ള ഭയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ സമ്പത്തിനെ പറ്റിയുള്ള ഭയമായിരിക്കാം, അല്ലെങ്കിൽ സന്താനങ്ങളെ കുറിച്ചുള്ള ഭയമായിരിക്കാം, അല്ലെങ്കിൽ സമാധാനപരമായ നിർഭയത്വമായ ജീവിതത്തിൽ വരുന്നതായിരിക്കാം. ഏതു രൂപത്തിലും ഉണ്ടായിരിക്കാം. അല്ലാഹു തആല അതാണ് പറഞ്ഞത്, നിങ്ങളെ ഞാൻ ഭയം കൊണ്ട് പരീക്ഷിക്കും. ആ ഭയം കൊണ്ട് പരീക്ഷണം അല്ലാഹുവിന്റെ ഭാഗത്ത് ഉണ്ടാകും. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. അതാണ് അബൂബക്കർ റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ശൗർ ഗുഹയിൽ അഭയം തേടിയപ്പോ, ശത്രുക്കൾ അവരെ പരതി തരഞ്ഞു നടന്നപ്പോ, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബേ, അവരെങ്ങാനും അങ്ങോട്ട് നിന്ന് താഴ്ന്നു നോക്കിയാൽ, അവർ കണ്ടാൽ പ്രവാചകരെ അവർ അങ്ങ് എന്തെങ്കിലും ചെയ്തു പോകും, നമ്മളെ കഥ കഴിയില്ല എന്ന് പറഞ്ഞപ്പം അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലി സാഹിബി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. പേടിക്കണ്ട, ഭയപ്പെടേണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഭയം വിശ്വാസികൾക്ക് പരീക്ഷണമായി വരും. വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസ്. വനഖസിൻ മിനൽ അംവാൽ, സമ്പത്ത് കുറച്ചുകൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കും. സമ്പത്തിന്റെ മേഖലകളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാന മാർഗങ്ങൾ അത് തടഞ്ഞു വെച്ചിരിക്കാം, അല്ലെ കുറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ആ മാർഗങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ നേരിട്ടേക്കാം. അല്ലെങ്കിൽ അത് മുഖേന ശാരീരികമായ വലിയ രോഗങ്ങളും മാരകമായ ശരീരം തന്നെ തകർന്നു പോകുന്ന, അതെന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥയിലേക്ക് ശരീരത്തിന് വേണ്ടി തന്നെ ഒരുപാട് ചികിത്സയും ട്രീറ്റ്മെന്റുകളും ടെസ്റ്റുകളും നടത്തി ലക്ഷങ്ങളും കോടികളും അത് മുഖേന അതും പരീക്ഷണമായി വന്നേക്കാം. ഫലവർഗ്ഗങ്ങൾ കൊണ്ട്, പഴവർഗ്ഗങ്ങൾ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളെ കൃഷി വിഭവങ്ങളൊക്കെ വരുമാനവും അതിന്റെ ലഭ്യതയും അതിന് വേണ്ടത്ര അളവും ഒക്കെ കുറച്ചുകൊണ്ട് പരീക്ഷിക്കാം. വബശിരി സ്വബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്കാണ് ആ സമയം സന്തോഷവാർത്ത അറിയിക്കേണ്ടത്. വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക. പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ എന്തുകൊണ്ടാണ് വിശ്വാസികളായതുകൊണ്ട് വരിക? വിശ്വാസികൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ തണലിൽ വിശ്രമിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഖബ്ബാബുൽ അർത്ത് റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാണ്. അദ്ദേഹത്തിന്റെ ദേഹത്ത് യജമാനൻ വലിയ ഇരുമ്പിന്റെ ദണ്ടുകൾ അത് ചൂടാക്കിക്കൊണ്ട് കുത്തിയിറക്കി വലിയ ഓട്ടകളും ശരീരത്തിന് വലിയ ദ്വാരങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.
സഹിക്കവയ്യാതെ ആ നോവുന്ന ആ ശരീരവുമായി പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു, അലാ തൻതസിറു ലനാ യാ റസൂലല്ലാഹ്, അലാ തദ്ഉ ലനാ, ദുആ ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, അല്ലാഹുവോട് സഹായം തേടുന്നില്ല, എത്ര കാലമായി വിശ്വാസികളായതിന്റെ പേരിൽ അനുഭവിക്കുന്ന പ്രവാചകരെ എന്ന് പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി കൊടുത്തില്ല. അപ്പോൾ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം അതാ വഹയുമായി വരികയാ. അഹ്സിബൻ നാസ് അയ്യുത്രകൂ അയ്യഖൂലൂ ആമന്നാ, മനുഷ്യന്മാർ വിചാരിക്കുകയാണോ അവരെ വിട്ടേക്കും യഖൂലു ആമന്നാ, ഞങ്ങൾ വിശ്വാസികളാണ്, അതുകൊണ്ട് വഹും ലാ യുഫ്തനൂൻ, ഒരു പരീക്ഷണവും ഉണ്ടാകാതെ അവരെ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന് വിചാരിക്കുകയാണോ? ഞാൻ വിശ്വാസിയാണല്ലോ, നമസ്കരിക്കുന്നവനാണ്, ഖുർആൻ ഓതുന്നവനാണ്, തഹജ്ജുദ് നമസ്കരിക്കുന്നവനാണ്, ദുആവും ദിക്റും ചെയ്യുന്നവനാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ദീനീ രംഗത്ത് ദഅവത്തിനും അതിനുവേണ്ടി ശാരീരികവും സാമ്പത്തികവും ഒക്കെ ചെലവഴിക്കുന്ന ആളാണ്. എന്നിട്ടും എനിക്കാണ് അസുഖം, എനിക്കാണ് രോഗം, എനിക്കാണ് കടം, എന്റെ കുടുംബത്തിലാണ് പരീക്ഷണങ്ങൾ, എനിക്കാണെന്ന് ചില ആളുകൾ പറയാറുണ്ട്. പറയാൻ പാടില്ല. വിശ്വാസികളാണോ? വലഖദ് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുണ്ടായിരുന്ന ആളുകളെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്ന അല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ, അവരിൽ സത്യസന്ധന്മാരാരാണ്, അവരിൽ കള്ളവന്മാരാരാണ്, അള്ളാഹ്ക്ക് തിരിച്ചറിയണം. യഥാർത്ഥ വിശ്വാസം പരീക്ഷണങ്ങൾ വരുമ്പോഴാ ഒരാളുടെ വിശ്വാസം തിരിച്ചറിയുക. നമ്മൾ മനസ്സിലാക്കണം, പരീക്ഷണങ്ങൾ വരുമ്പം അല്ലേ. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതി കൊടുക്കുക പ്രവാചകൻ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുക, മുമ്പുണ്ടായിരുന്ന ആളുകൾക്കുള്ള പരീക്ഷണം അവർ വിശ്വാസികളായതിന്റെ പേരിൽ മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും കുഴികുഴിച്ച് ശത്രുക്കൾ അതിലേക്ക് ഇറക്കി നിർത്തി, മൂർധാവിൽ ഈർച്ചവാള് വെച്ച് അത് മൂർന്ന് രണ്ട് കഷ്ണമായി രണ്ട് ഭാഗത്തേക്ക് തലവെട്ടി മാറ്റുന്ന പരീക്ഷണങ്ങൾ ഉണ്ടായി. മുൻഗാമികളിൽ പല ആളുകളുടെയും ശരീരത്തില് അവരുടെ ശിരസിൽ ഇരുമ്പിന്റെ ചീർപ്പുകൾ വെച്ച് വാർന്നെടുത്ത് അവരുടെ പൊടിയും രക്തവും മാംസവും ഒക്കെ മജ്ജയും പറിച്ച് അത് വലിച്ച് അതിങ്ങനെ ഉച്ചി വീഴുന്നത് അവർ കാണുമാറ് വല്ലാത്ത പ്രയാസത്തിൽ അകപ്പെടുമാറ് അത്ര ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാ, പരീക്ഷണങ്ങൾ ഉണ്ടാകും. വിശ്വാസികളായി എന്നതിന്റെ പേരിൽ പരീക്ഷണങ്ങളില്ലാതെ രക്ഷപ്പെടില്ല വിശ്വാസികൾ. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഒരു സഹാബി വന്ന് ചോദിക്കുക, അയ്യുന്നാസി അസദ്ദു ബലാ, നബിയെ ഏറ്റവും അധികം പരീക്ഷണമാർക്കാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നത്, അൽ അംബിയ, അംബിയാക്കൾക്കാണ് ഏറ്റവും അധികം പരീക്ഷണങ്ങൾ ഉണ്ടാവുക. സുമ്മ അൽ അംസലു, പിന്നെ അതിന് താഴെയുള്ള ആളുകൾ. അംബിയ കഴിഞ്ഞാൽ ഔലിയ, പിന്നെ ഫൽ അംസൽ, പിന്നെ സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അങ്ങനെ തുടങ്ങും ആ പട്ടിക. ഫയുബ്തല അർറജുലു അല ഹസ്ബി ദീനിഹി, ദീനിൽ എത്രമാത്രം കാഠിന്യമുണ്ട്, ഉറപ്പുണ്ട്. ഫഇൻ കാന ദീനുഹു സുൽബൻ ഇസ്തദ്ദ ബലാ, ബദത്തിൽ എത്രമാത്രം കടുപ്പം എത്ര കാഠിന്യമുണ്ടോ അത്രയധികം പരീക്ഷണത്തിന് കടുപ്പവും കാഠിന്യമുണ്ടാകും. അതാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ സാമ്പത്തികമായും ശാരീരികമായും പരീക്ഷണം അദ്ദേഹം നേരിട്ടത് അല്ലെ. വെള്ളപ്പാണ്ട് രോഗം പിടിപെട്ടു അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ എല്ലാം അല്ലാഹു പരീക്ഷണം കൊടുത്തു. സമ്പത്തും ഇല്ലാതായി പോയ രംഗം അറിയാം. വഇൻ കാന ഫീ ദീനിഹി റിഖ ഇബ്തല അലാ ഹസ്ബി ദീനിഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എത്രമാത്രം പരീക്ഷണങ്ങൾ, ദീന് കുറയുന്നുവോ പരീക്ഷണം കുറയും, ദീന് കൂടുന്നുവോ പരീക്ഷണം കൂടും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമാ യബ്റഹു ബലാഅ ബിൽ അബ്ദി ഹത്താ യത്റുക യംശി അലൽ അർളി മാ അലൈഹി ഖതിയ. ഈ പരീക്ഷണങ്ങൾ വന്ന് 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 മനുഷ്യന് അവസാനം ഒരു പാപവുമില്ലാത്ത രൂപത്തിലേക്ക് മാറും. അപ്പൊ ഇങ്ങനെ വിശ്വാസികളായ ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ അത് വിശ്വാസിയാണല്ലോ, ഞാൻ മുഅ്മിനാണല്ലോ, എനിക്കും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. വിശ്വാസികൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതാണ്, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിൻ വൽ മുഅ്മിന, വിശ്വാസിക്കും വിശ്വാസിനിക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഫി നഫ്സിഹി, ശരീരത്തിലുണ്ടാകും. വലദിഹി, കുട്ടിയിലുണ്ടാകും, കുട്ടികളെ കൊണ്ട് പരീക്ഷിക്കും. മാലിഹി, ധനത്തിലുണ്ടാകും. ഹത്താ യൽഖല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ. വമാ അലൈഹി ഖതിയ, ഒരു പാപങ്ങളില്ലാതാകാൻ.
കാരണം സ്വർഗത്തിൽ കടക്കാൻ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, പാപങ്ങളില്ലാത്ത പാപങ്ങളെ നിന്ന് പൊറുക്കപ്പെട്ടവനായി തീരണം. അതിന് അവന് പരീക്ഷണങ്ങൾ കൊടുക്കുമല്ല. അള്ളാഹ്ക്ക് ഒരാളോട് വെറുപ്പുണ്ടായിട്ടല്ല, അള്ളാഹ്ക്ക് ഒരാളോട് ദേഷ്യമുണ്ടായിട്ടല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകുക. അള്ളാഹിന്റെ റസൂൽ എന്താ പറഞ്ഞതറിയോ? അള്ളാഹിന്റെ റസൂൽ വേറെ റിവായത്തിലൂടെ പഠിപ്പിക്കുക. തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൽ ഖൈർ, ഒരടിമക്ക് അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അജ്ജല ലഹുൽ ഉഖൂബ ഫിദ്ദുനിയ, ദുനിയാവിൽ അവന് ഒരുപാട് ശിക്ഷകളായിട്ട് അല്ലാഹു തആല നൽകും. വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർ, ഒരടിമക്ക് അല്ലാഹു ശർ ഉദ്ദേശിച്ചാലോ അംസക അൻഹു ബിദംബിഹി, അവന്റെ പാപങ്ങൾ നിമിത്തം അവന്റെ പരീക്ഷണങ്ങളും ദുനിയാവിൽ നിന്ന് ശിക്ഷകൾ കൊടുക്കാതെ അവൻ അങ്ങനെ പിടിച്ചു വെക്കും. അല്ലാഹു ഹത്താ യുവാഫി ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. പക്ഷെ വിശ്വാസിയെ അങ്ങനെയല്ല. വിശ്വാസിയെ അല്ലാഹ്ക്ക് വേണം അവന്റെ പാപം പൊറുക്കാൻ. അപ്പോ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എത്രത്തോളം ഒരു മുള്ള് തറക്കുന്നത് വരെ. നമ്മളെ കണ്ടല്ലോ മുള്ള് തറക്കുമ്പം അല്ലെങ്കിൽ കാലെവിടെയും മറ്റൊരു കല്ലിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശപിക്കും, അല്ലേ? നമ്മളൊരു ശപിക്കും. അത്തരം ശാപവാക്കുകളൊന്നും പാടില്ല. ഒരു മുസ്ലിമിന് ബാധിക്കുന്ന ഏതൊരാപത്തും അവൻ ക്ഷമിച്ചാൽ ഒരു മുള്ള് തറക്കുന്നത് പോലും അവന് ഖൈറായിട്ടാണ് വരിക. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കണം, എത്രത്തോളം ഈമാനുണ്ടോ, ഇഖ്ലാസ് ഉണ്ടോ, വിശ്വാസിയാണോ, പരീക്ഷണങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് പനിച്ചു കിടക്കുന്ന സമയം അള്ളാഹിന്റെ ഹബീബിനെ പനി സന്ദർശിക്കാൻ വേണ്ടി സ്വഹാബാക്കൾ പോവുകയാ. സ്വഹാബാക്കൾ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്നക ലതുഅക് വഖഅൻ ശദീദ, ശക്തമായ പനിയുണ്ടല്ലോ പ്രവാചകരെ. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളിൽ രണ്ടാളുകൾ അനുഭവിക്കുന്ന പനി ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോ സ്വഹാബികൾ ചോദിക്കുക, രണ്ട് പ്രതിഫലം ഉണ്ടാവും നബിയെ താങ്കൾക്ക്? അജൽ, അതെ, അപ്രകാരം തന്നെയാ. എന്നിട്ട് നബി പറയാം, മാ മിൻ മുസ്ലിമിൻ യുസീബു അദൻ ശൗകൻ ഫമാ ഫൗഖഹ ഇല്ലാ കഫറല്ലാഹു ബിഅസ്സയ്യിഅതി കമാ തഹത്തു ശജറ വറഖഹ. ഒരു മരത്തിൽ നിന്ന് ഉണങ്ങിയ ഇല കൊഴിഞ്ഞു പോകും പോലെ ഒരു മനുഷ്യന്റെ പാപങ്ങൾ ഉതിർന്ന് അവന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുവോളം അള്ളാഹു പരീക്ഷണങ്ങൾ നൽകി അവനെ സുരക്ഷിതമാക്കും. നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്, നമ്മുടെ ഖൈറിന് വേണ്ടിയാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ഗുണത്തിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവുക. പിന്നെന്തിനാണ് പരീക്ഷണങ്ങൾ ഉണ്ടാവുക? പരീക്ഷണങ്ങൾ ഉണ്ടാകുക, ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് തിരുത്താനും ചില പരീക്ഷണങ്ങളായിട്ട് വരും. അത് ഖൈറായിട്ടും വരും, ഷർറായിട്ടും വരും. ഒരുപാട് ശാരീരികവും സാമ്പത്തികവും മാനസികവും അല്ലെ മറ്റുള്ള ഏത് മേഖലയിലും ഖൈറാവും ഷർറും ഏതുമാവാം. അത് ഖുർആൻ പറഞ്ഞത്, വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത് ലഅല്ലഹും യർജിഊൻ. അവർ മടങ്ങാൻ വേണ്ടിയാണ്, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി, അവരുടെ ജീവിതത്തെ കുറിച്ചിട്ട് അവരൊന്ന് പരീക്ഷണം ഉണ്ടാകുന്ന അവരുടെ ജീവിതത്തെ തിരുത്താൻ വേണ്ടിയാണ്. നമ്മൾ മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ നമ്മള് നിരാശരാവുകയല്ല വേണ്ടത്. പടച്ച തമ്പുരാൻ എന്തിനിത് തരുന്നു? അവർക്ക് പരീക്ഷണങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അല്ല കൊടുക്കുന്നത് എന്തിനാ? അവർ വിനയാനിതരാവാൻ, അള്ളാഹുലേക്ക് ഖേദിച്ച് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് പറയാൻ, അതിനുവേണ്ടി തന്നെയാണ്. അല്ലാഹുമ്മ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ ലം യൻസിലുൽ ബലാഅ ഇല്ലാ ബിദംബിൻ. അല്ലാഹുവേ, ഒരു പരീക്ഷണവും പാപനിമിത്തമല്ലാതെ ഇറങ്ങാറില്ല. ഇല്ലാ റുഫിഅ ഇല്ലാ ബിതൗബ, തൗബ കൊണ്ടല്ലാതെ അത് ഉയർത്തപ്പെടാറുമില്ല. നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനാണ്. ഫലൗലാ ഇദ ജാഅഉം ബഅസുനാ തളറഉ, അവർക്ക് അല്ലാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ അവർ വിനയാനിതരാകണം. വലാകിൻ ഖസത ഖുലൂബുഹും, അവരുടെ ഹൃദയം കടുത്തു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കടുത്തു പോകാൻ പാടില്ല. വസയ്യന ലഹുമുശ് ശൈത്താനു മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നത് പിശാച് ഇങ്ങനെ പരീക്ഷണം വരും മനസ്സ് കടുത്തു പോകുന്ന ആളുകൾ, അങ്ങനെ പിശാച് അവർക്ക് നല്ലതായി തോന്നിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു അഖദ്നാഹും ബഅതതൻ ഫൈദാഹും മുബ്ലിസൂൻ.
ഇങ്ങനെ പടച്ച തമ്പുരാന്റെ ഭാഗത്ത് പരീക്ഷണങ്ങൾ ഉണ്ടാവുകയും അള്ളാഹുവിനെ മറന്ന് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു ഒരുപാട് അബുവാബുകളെ തുറന്നു കൊടുക്കും. അതുകൊണ്ട് അവർ സന്തോഷിക്കും. അങ്ങനെ അള്ളാഹു അവരൊരു പിടുത്തം പിടിക്കും, നിരാശരായ പിടുത്തം, പിന്നെ രക്ഷയില്ലാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതേ രൂപത്തിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് സ്വർഗ്ഗം ലഭിക്കാൻ വേണ്ടിയാ. നമുക്ക് സ്വർഗത്തിൽ കടക്കണോ, നമുക്ക് സ്വർഗ പ്രവേശനം ലഭിക്കണോ, അതിന് നമ്മൾ പരീക്ഷണങ്ങളും മുസീബത്തുകളും ബലാഹുകളും വബാഹുകളും നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. അം ഹസിബ്തും അൻ തദ്ഖുലൽ ജന്ന, അം ഹസിബ്തും അൻ തദ്ഖുലൽ ജന്ന. അല്ലാഹു ചോദിക്കാൻ നമ്മളോട്, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ വലം യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് വന്നിട്ടുള്ള ദുരിതങ്ങളും ദുരിതവും കട്ടപ്പാടും പ്രയാസവും വരാതെ ഇരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവർക്ക് വന്ന് അവർക്ക് വിശ്വാസികൾക്ക് പരീക്ഷണം വന്ന അല്ലാഹുവിന്റെ സഹായം എപ്പോഴാ എന്നവർ പറഞ്ഞു പോകുമാറ്. അല ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം വളരെ അടുത്താണ്. എത്രത്തോളം യാസിർ അമ്മാർ റളിയല്ലാഹുവിന്റെ കുടുംബത്തെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന സമയത്ത് അവരെ ശത്രുക്കൾ ഇസ്ലാം ദീന് സ്വീകരിച്ച് അല്ലാഹുവിന്റെ ആദർശത്തിന്റെ പേരിൽ പരീക്ഷണം അനുഭവിക്കുകയാണ്, ആക്രമിക്കുകയാണ്, അവരെ പീഡിപ്പിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ ആ വിഷമം കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, ഇസ്ബിറു, ക്ഷമിക്കൂ നിങ്ങൾ, അല യാസിരിൻ ഫഇന്ന മസീറകും ഇലൽ ജന്ന, അവസാനം നിങ്ങൾക്ക് മടങ്ങിച്ചല സ്വർഗമാണ്. അപ്പൊ സ്വർഗത്തിന് വേണ്ടിയാണ് ഈ ക്ഷമയും സഹനവും ഈ പരീക്ഷണ മേഖലയിൽ നമ്മൾ മനസ്സിലാക്കുക വിശ്വാസികളെ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാതെ നമ്മൾ നിരാശരാകരുത്. ഖൈറും അല്ലാഹുവിന്റെ കാരുണ്യവും റഹ്മത്തും കൊടുത്താൽ സന്തോഷിക്കും. അവരുടെ കരങ്ങൾ പ്രവർത്തിച്ച നിമിത്തം ചില പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അവർക്ക് വന്നാൽ അവർ നിരാശരായി പോകും. ഇങ്ങനെയുള്ള ലക്ഷ്യം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. വിശ്വാസികൾ അങ്ങനെ ആയിരിക്കണം. എന്ത് ദുരിതവും ചില ആളുകൾ നേരെ തിരിച്ചുമുണ്ടാകും. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ അവർക്ക് ചില പ്രയാസങ്ങൾ വരുമ്പോൾ അവർ അല്ലാഹുവിലേക്ക് നല്ല മനസ്സിലാക്കി അടുക്കും. ഖൈറും ബർക്കത്തും നല്ല ഉണ്ടാവുമ്പോൾ അവർ നേരെ തലതിരിഞ്ഞും ജീവിക്കും. വൈദാ മസ്സൽ ഇൻസാന ദുർ ദഅാനാ ലിജംബിഹി, ദുരിതം കട്ടപ്പാട് രോഗമൊക്കെ വരുമ്പോൾ പ്രാർത്ഥിച്ച് അവർ അല്ലാഹുവിനോട് ഖാഇദൻ ഔ ഖായിമൻ, കിടന്നും ഇരുന്നും നിന്നും ഫലമാ കശഫനാ അൻഹു ദുർറ, ദുരിതം ബുദ്ധിമുട്ടും നീങ്ങിയാലോ, ഓപ്പറേഷനും ഹോസ്പിറ്റലും അല്ലെ വലിയ കടബാധ്യതയും ആക്സിഡന്റും ആ അപകടവും ആപത്തും ആ വലിയ പ്രതിസന്ധിയിൽ രക്ഷപ്പെട്ടാലോ, കഅല്ലം യദ്ഊനാ ഇലാ ദുർരിൻ മസ്സ, മുമ്പ് അവൻ നമ്മോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെയാണ് അവന്റെ നടത്തം. അവന്റെ ഇരുത്തത്തിലും അവന്റെ നടത്തത്തിലും അവന്റെ കിടത്തത്തിലും അല്ലാഹുവോടുള്ള ദുആയോ പ്രാർത്ഥനയോ ആ ഒരു ചിന്തയോ ഓർമ്മയോ തന്നെ അവനില്ല. പരീക്ഷണങ്ങൾ നീങ്ങിപ്പോയാൽ ഇങ്ങനെയാണ് ചില മുസ്രിഫീങ്ങളായ ആളുകൾക്ക്, അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ കർമ്മങ്ങൾ നന്നായി തോന്നിക്കാറുള്ളത് എന്നുള്ളതാണ്. വേറെ വിഭാഗം ഈ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അല്ലാഹുവിൽ നിന്ന് തന്നെ മാറിപ്പോകുന്നത് കാണാം. അല്ലാഹുവിൽ നിന്ന് തന്നെ മാറിപ്പോകുന്നത് കാണാം. അവർക്ക് ദുരിതവും ദുഃഖവും ഒക്കെ ഉണ്ടാകും. ചില ആളുകൾ വൈദാ മസ്സൽ ഇൻസാനു ദുർറൻ ദഅഉ റബ്ബഹു മുനീബീന ഇലൈഹി, ഖേദിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങും. അതൊക്കെ നീക്കി അല്ലാഹു തആല പരീക്ഷണം വേറെ രൂപത്തിലേക്ക് നീക്കിയാലോ ശിർക്ക് വെച്ച് അല്ലാഹുവിലേക്ക് മുന്നേറും. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ വിശ്വാസികളെ, ഇന്ന് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസകരമായ അവസ്ഥയാണ് അല്ലെ. ഇന്ന് ഈ അപകടവും ദുരിതവും കട്ടപ്പാടുകളൊക്കെ വരുമ്പം ഏതിനും തേടേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, സഹായം അർത്ഥിക്കേണ്ടത് പടച്ചതമ്പുരാനോട് മാത്രമാണ്. അതിനു പകരം അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് തേടണം എന്ന് പഠിപ്പിക്കുകയാണ് അല്ലെ. പല ആളുകളോടുമൊക്കെ ചെല്ലിപ്പിക്കുകയാണ്. ബദർ മൗലൂദില് യാ മൻ ബിഹി ഹല്ലറദ വബിഹി നഖിദ കുൽ നാദിയൻ മുസ്തജിദ യാ അഹ്ല ബദർ ശുഹദ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും വരുമ്പോൾ നീ സഹായം തേടിക്കൊണ്ട് വിളിച്ചോളൂ യാ ബദർ ശുഹദാക്കളെ എന്നാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, എത്രമാത്രം ഗൗരവമുള്ള വിഷയം.
ബദരീങ്ങളോട് പ്രാർത്ഥിക്കാൻ, ബദരീങ്ങളോട് സഹായം തേടാൻ പഠിപ്പിക്കുക. എന്താണ് ബദരീങ്ങൾ ചെയ്തതെന്നൊക്കെ ഖുർആൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കും. ബദറിൽ അവർക്ക് ഇത് തസ്തഗീസൂന റബ്ബക്കും, അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്തി, അല്ലാഹുവിനോട് ദുആ ചെയ്തു, പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. എത്ര ഗൗരവമുള്ള വിഷയമാണ് വിശ്വാസികളെ. എന്താണ് പ്രവാചകന്മാർ ചെയ്ത ദുരിതവും കട്ടപ്പാട് രോഗവും വന്നപ്പം വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർ. ഖുർആനിന്റെ മാർഗം, അമ്പിയാവിന്റെ മാർഗം, ഇസ്ലാമിന്റെ മാർഗം. ദുരിതം കട്ടപ്പാടും വരുമ്പം ബദരീങ്ങളുടെ മൺമറഞ്ഞു പോയ ആളുകൾ മുഴുവത്തോ കറാമത്തോ മുൻനിർത്തി അമ്പിയ ഔലിയാനോട് തേടലല്ല, ഖുർആൻ പഠിപ്പിക്കുകയാണ്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർ വഅൻത അർഹമുർ റഹീമീൻ. പടച്ചവനെ, എനിക്ക് ദുരിതം ബാധിച്ചു, നീ കാരുണ ചെയ്യുന്നവൻ ഏറ്റവും കാരുണ്യവാനാണല്ലോ, റബ്ബിനോടാണ് തേടൽ. ഫസ്തജബ്നാ ലഹു ഫകശഫനാ മാ ബിഹി മിൻ ദുർരി. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി, ദുരിതം മാറ്റിക്കൊടുത്തു. വആതൈനാ വഅഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. അല്ലാഹു പറയാ, അദ്ദേഹത്തിന് നാം കാരുണ്യവും സമ്പത്തും ഇരട്ടിയായി നൽകി. ഇതാണ് അല്ലാഹനെ ആരാധിക്കുന്ന ആളുകൾക്കുള്ള ഓർമ്മ. പിന്നെ എവിടുന്ന് പഠിപ്പിച്ചു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, വിശ്വാസികളെ, സങ്കടകരമായ അവസ്ഥ അല്ലേ? ഇന്ന് ആളുകളെ അള്ളാഹുവിൽ നിന്ന് അകറ്റാൻ വേണ്ടി അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക എന്ന പേര് പറയുന്നത്. പക്ഷേ അള്ളാഹുവിൽ നിന്ന് അകറ്റാൻ വേണ്ടിയാണ് മനുഷ്യന്മാരെ ഇത്തരത്തിലുള്ള മൗലൂദുകളും റാത്തീബുകളും പല മാല മൗലൂദുകളൊക്കെ പാടിപ്പിക്കുന്നത് മുസ്ലിം ഉമ്മത്തിൽ. ഇത് പാടാത്തവരും ചെല്ലാത്തവരും പിഴച്ചവരാണ്, അല്ലെങ്കിൽ അവരൊക്കെ ദീനിന്ന് പുറത്താണ് എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യാം. എത്രമാത്രം സങ്കടകരമായ അവസ്ഥ അല്ലേ? നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്നിട്ട് അല്ലാഹു തആലയോട് നേരിട്ട് പറയാൻ, പ്രാർത്ഥിക്കാൻ ഇടയാളന്മാരും മധ്യവർത്തികളും വേണ്ട എന്ന് പറയുമ്പോൾ അത് പറയുന്ന ആളുകളെ പോലും അവർക്കെതിരെ ഒക്കെ എല്ലാം എഴുതാനും പ്രസംഗിക്കാനും അവർക്കെതിരെ നടപടി സ്വീകരിക്കാനും ഒക്കെ പുറപ്പെടുകയാണ് ഉലമാക്കളായ ആളുകൾ മുസ്ലിം ഉമ്മത്തില്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഖുർആൻ എന്താ പറഞ്ഞു? വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമകൾ ഞാൻ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയണം നബിയെ, ഫൈനി ഖരീബ്, വളരെ അടുത്താണ്. ഈ അടുത്തുള്ള എന്നിലേക്ക്, റബ്ബിലേക്ക് അടുപ്പിക്കാൻ എന്തിനാ വേറെ ആളുകൾ? വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ജീവനാഡിയേക്കാളും ഇതിനേക്കാളും അടുത്താണ്. ഈ അടുത്തുള്ള പടച്ച തമ്പുരാനിലേക്ക് അടുപ്പിക്കാൻ പിന്നെ അതിന് മധ്യവർത്തികളും ഇടയാളന്മാർ എന്തിനാണ്? ഇത് മുസ്ലിമിന്റെ വിശ്വാസമല്ല, ഇത് മുശ്രിക്കിന്റെ വിശ്വാസമാണ്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനല്ല, ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ഹുബലിനോടും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അവരുടെ മുഅ്ജിസത്തും അവരുടെ കറാമത്തും അവരുടെ എല്ലാ ബർക്കത്തുമൊക്കെ നിലനിർത്തി ചോദിച്ചിരുന്നത് എന്നാണ് മക്കാ മുശ്രിക്കിന്റെ വാദം. നിങ്ങൾ എന്നാൽ മക്കാ മുശ്രിക്കിന്റെ വിശ്വാസത്തെക്കാളും അപ്പുറത്തേക്ക് നമ്മളെ ഉമ്മത്തിന്റെ വിശ്വാസം പോയി. ചില വലിയമാർ, ഔലിയാക്കൾ, അവർ അള്ളാഹുവിനെ അറിയുന്നതൊക്കെ ഔലിയാക്കൾക്ക് അറിയുമെന്ന് പഠിപ്പിക്കുകയാണ് ചില മുസ്ലിം ഉമ്മത്തിലെ ഉലമാക്കൾ. അതൊക്കെ പോയി പറഞ്ഞ് അവർ ചില ഔലിയാക്കൾ അവര് മുദബ്ബിറുൽ ആലമാണ്, ലോകത്തിന്റെ ഭരണത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞു. അവിടുന്ന് വിട്ടു. അവരാണ് അള്ളാഹ് എന്ന് പറയുന്ന അടുത്തേക്ക് അവരല്ല ആരാന്ന് ചോദിച്ചാൽ പാട്ടിലൂടെ പഠിപ്പിക്കുക. CM മടവൂരാണോ അല്ല അള്ളാഹ് ഓല പടച്ചോൻ എന്ന് പഠിപ്പിക്കുന്ന അവസ്ഥയിലേക്ക്. അതാണ്, അദ്ദേഹമാണ് മുദബ്ബിറുൽ ആലം എന്ന് പഠിപ്പിക്കുന്ന അടുത്തേക്ക്. എത്ര അപകടകരമായ അവസ്ഥ! ഖുർആൻ നോക്കൂ നിങ്ങൾ, വളരെ അല്ലാഹു ഖാലിഖു കുല്ല ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് പടച്ച തമ്പുരാനാണ്. മക്കാ മുശ്രിക്കിനോട് പോലും ഖുൽ മൻ റബ്ബുസ് സമാവാതി വൽ അർദ് ഖുലില്ലാഹ്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് പടച്ചതെന്ന് ചോദിച്ചാൽ അവര് പറഞ്ഞത് അല്ലാഹ് എന്നാണ്. അല്ലാതെ അംബിയായ ഇബ്രാഹിം നബിയാണെന്നോ ഇസ്മായിൽ നബിയാണെന്നോ ഔലിയായ ലാത്തയാണോ ഉസ്സയാണോ മനാത്തയാണോ ഹുബിലാണോ എന്നും അവർ പറഞ്ഞിട്ടില്ല. ഇന്നത്തെ അവസ്ഥ മുസ്ലിം ഉമ്മത്തിന്റെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എവിടെ എത്തി? ഇതിനെതിരെ പറയാൻ ആരുമില്ല. ഇതിനെതിരെ, ഇത് പറയുന്ന ആളുകൾക്കെതിരെ എഴുതാനും ഇതിനെതിരെ സംസാരിക്കാനും ആരുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് വിശ്വാസികൾ ഇത്തരം പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പതറിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുക. വിശ്വാസികൾ ഏത് പരീക്ഷണങ്ങളും ഏത് പ്രയാസങ്ങൾ വന്നാലും അള്ളാഹുവിങ്കിലേക്കാണ് നമ്മൾ തേടേണ്ടത്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലദീന ഇദാ അസ്വാബഹും മുസീബ, അവർക്ക് എന്താപത്ത് ബാധിച്ചാലും ഖാലു ഇന്നാ ലില്ലാഹ്, ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്.
ഞങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങി പോകാനുള്ളതരാ. അള്ളാഹിനെ കുറിച്ചാണ് പറയേണ്ടത്, ഓർക്കേണ്ടത് അള്ളാഹുലേക്കാണ് പോകേണ്ടത്. അങ്ങനെ അള്ളാഹുവിലുള്ള വിശ്വാസവും ഈമാനും ആ കരുത്തും തവക്കുലുമായി എല്ലാ പരീക്ഷണങ്ങളെയും നേരിടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമുക്കെല്ലാവർക്കും കരുത്തും ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹദാനാ ലിഹദാ വമാ കുന്നാ നഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ്. യാ അയ്യുഹന്നാസ് ഉസീകും വസാനി ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന്റെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചു പകർത്തി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഒരിക്കൽ കൂടെ ഉപദേശിക്കുകയാണ്. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിന്റെ ഭാഗത്ത് വരുമ്പോൾ എത്രമാത്രം പരീക്ഷണം വരുന്നോ അത്രമാത്രം ക്ഷമിക്കുന്നുവോ സഹിക്കുന്നുവോ അതിന്റെ പുണ്യം അള്ളാന്റെ ഹബീബ് പറഞ്ഞത് ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാ. ഏറ്റവും വലിയ പരീക്ഷണങ്ങൾക്കാണ് വലിയ പ്രതിഫലങ്ങൾ ഉണ്ടാവുക. അള്ളാഹു ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹും, പരീക്ഷണങ്ങൾ അവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, പരീക്ഷിക്കൊണ്ടേയിരിക്കും. അതിൽ തൃപ്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ തൃപ്തി അവനുണ്ട്. അതിലൊരാൾ കോപം കാണിച്ചാൽ, ദേഷ്യം പിടിക്കുന്ന സമീപന രീതി സ്വീകരിച്ചാൽ അള്ളാഹുവിന്റെ കോപം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പം നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മുടെ മഹല്ലത്തിലെ ഒരു 11 വയസ്സുകാരൻ ജിഫി എന്ന് പറയുന്ന ഒരു കുട്ടി പെട്ടെന്ന് രാത്രിയിൽ നമ്മളെപ്പോലെ, നമ്മുടെ മക്കളെ പോലെ ഉറങ്ങുകയും രാത്രിയിലെ ബോധമില്ലാതെ ആവുകയും മംഗലാപുരം ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോഴും ഐസിയുവിൽ ചികിത്സ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിക്ക് വേണ്ടി നമ്മളെല്ലാവരും ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ അസുഖം എത്രയും ശിഫയാക്കി ആ കുട്ടിക്ക് കുടുംബത്തോടുകൂടി ജീവിക്കാനും ദീനനുസരിച്ച് ജീവിച്ചു മരിക്കാനും തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിനോട് ദുആകളുണ്ട്. അതുപോലെ സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ. ഈ സ്വതക്കകളും ദാനധർമ്മങ്ങളും ആപത്തുകളും അപകടങ്ങളും ഒക്കെ വരുന്നതിന്, അതിനൊക്കെ തടുക്കുന്നതിന് കാരണമാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ സമ്പത്തിന്റെ ഒരു വിഹിതം പള്ളിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ മദ്രസക്ക് വേണ്ടി, ഫീ സബീലിൽ അള്ളാഹിന്റെ മാർഗ്ഗത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒക്കെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മൾ ചെലവഴിക്കുക. അതും അതിന്റെ മാർഗത്തിൽ പെട്ടതാണ്. അതാണ് വിശ്വാസികളെ നമ്മുടെയൊക്കെ സമ്പാദ്യമായി നാളെ ഉണ്ടാവുക. ഇവിടെ ലക്ഷങ്ങളും കോടികളും ഒരുപാട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് ഒരു ഭൂമികുലുക്കത്തിലൂടെ, ഒരു ഉരുൾപൊട്ടലിലൂടെ, അല്ലെങ്കിൽ മാരകമായ വേറെന്തെങ്കിലും രോഗങ്ങളിലൂടെ, ലോകം ഒന്നടങ്കം ക്ലോസ് ആകുന്ന, ലോക്കായി പോകുന്ന, അങ്ങനെ എന്തെങ്കിലും വന്നാൽ എല്ലാം തകർന്നു പോകുന്ന അവസ്ഥയിലേക്കായിരിക്കും. പക്ഷേ അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ എന്ത് കൊടുത്താലും അള്ളാഹ്ക്ക് എന്ത് കൊടുത്താലും ഇരട്ടിയായി തരും. അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് അള്ളാഹ് ഇരട്ടിയായി തരും. നമുക്ക് നാളെ പരലോകത്തുണ്ടാവും. മരണശേഷം ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇന്ന മിമ്മ യൽഹഖുൽ മുഅ്മിനു മിൻ ബഅദി മൗതിഹി മിൻ ഹസനാതിഹി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അതാണ്. സ്വദഖതൻ അഖ്റജഹ ഫി ഹയാതി വസിഹതിഹി, ആരോഗ്യമുള്ള തന്റെ ജീവിതകാലത്ത് കൊടുക്കുക. അല്ലാഹു എല്ലാ കർമ്മങ്ങളും നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. അസുഖമായി കിടക്കുന്ന ആളുകളുടെ അസുഖം അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു മഅ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ എല്ലാ അമലുകളും ഇഖ്ലാസോടുകൂടി, ഈമാനോടുകൂടി, തൗഹീദോടുകൂടി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ മാരക പരീക്ഷണങ്ങളിൽ നിന്നും, മാറാ രോഗങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും പടച്ചതമ്പുരാൻ നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار.
توفنا مسلمين والحقنا بالصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد